ഒരു പ്രഷർ പമ്പിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് അതിൻ്റെ പ്രഷർ സെറ്റിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പമ്പ് കാണിക്കുന്ന ലക്ഷണങ്ങളനുസരിച്ച് അതിനെ എങ്ങനെ കംപ്ലൈൻറ്റ് കണ്ടെത്തി അതിൻ്റെ പ്രഷർ സ്വിച്ച് കൃത്യമായി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയ്ക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്ലാസിക് ബ്രാൻഡിൻ്റെ പവർ 3 എന്ന് പറയുന്ന ഹാഫ് HP ഒരു ബൂസ്റ്റർ പമ്പാണ്. ഇത് 2 ബാത്റൂം വരെ അറ്റ് എ ടൈം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ആവറേജ് 8x8 വരെയുള്ള ഷവറാണെങ്കിൽ 2 ബാത്റൂം വരെ അറ്റ് എ ടൈം ബൂസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു പമ്പാണ്. ആവറേജ് ഒരു 6500 രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റും വരുന്നുള്ളൂ. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി പമ്പ് തന്നെയാണ്, നമ്മൾ തന്നെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡൻഫോസ് എന്ന് പറഞ്ഞൊരു സ്വിച്ചിനെ കുറിച്ചാണ്. ഒരു ബഡ്ജറ്റ് റേഞ്ച് മുതൽ പ്രീമിയം റേഞ്ച് വരെയുള്ള എല്ലാ കമ്പനികളും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡൻഫോസ് എന്ന് പറഞ്ഞ പ്രഷർ സ്വിച്ചാണ്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ റേഞ്ച് എങ്ങനെ സെറ്റ് ചെയ്യണം, ഡിഫറൻഷ്യൽ എങ്ങനെ സെറ്റ് ചെയ്യണം, നമ്മൾ തെറ്റായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പമ്പ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മളൊരു ഷവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ആദ്യം പമ്പ് ഓൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങളത് വീഡിയോയിൽ പിക്ക് ചെയ്യണമെന്നറിയില്ല. ഈ പമ്പ് ഫ്രീക്വൻ്റ് ആയിട്ട് ഓൺ ഓഫ് പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് വളരെ കോമൺ ആയിട്ട് പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാവരും പറയുന്ന കംപ്ലയിൻറ്റ്. അതായത് ഓഫ് ചെയ്യാൻ നേരത്ത് പമ്പ് സ്റ്റോപ്പ് ആവുന്നുണ്ട്, എന്നാൽ നമ്മൾ ലൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം നോക്കാം. പ്രഷർ സ്വിച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഇതിലൊരു കട്ട് ഓഫ് പ്രഷർ ഉണ്ട്, കട്ട് ഇൻ പ്രഷർ ഉണ്ട്. അതാണ് റേഞ്ച് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞ് 2 രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ റേഞ്ച് എന്ന് പറയുന്നതാണ് കട്ട് ഓഫ്. അതായത് നമ്മൾ എത്ര പ്രഷറാണോ ഈ റേഞ്ചിൽ സെറ്റ് ചെയ്യുന്നത് അത്രയും പ്രഷർ റീച്ച് ആയി കഴിയുമ്പോഴാണ് ഈ മോട്ടർ അതല്ലെങ്കിൽ സ്വിച്ച് കട്ട് ഓഫ് ആവുന്നത്. ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് അത് കട്ട് ഇൻ പ്രഷറാണ്. അതായത് നമ്മൾ ഈ റേഞ്ചിൽ നിന്ന് എത്ര ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഓൺ ആവണം. അതായത് ഇപ്പോൾ റേഞ്ച് നമ്മൾ 2ൽ സെറ്റ് ചെയ്തു, ഡിഫറൻഷ്യൽ 1ൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-1. അപ്പോൾ 2ൽ കട്ട് ഓഫ് ആവുകയും -1 അതായത് 1ൽ സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കട്ടിൻ ആവുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം വരുന്നത്. പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ട് നമ്മുടെ ഈ ലോക്ക് അഴിക്കുക, ലോക്ക് ഊരി മാറ്റുക. എന്നിട്ട് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നിലവിൽ ഇതിൻ്റെ റേഞ്ച് ഇരിക്കുന്നത് 2ന് തൊട്ട് താഴെയാണ്. 1 ബാറിലാണ് നമ്മുടെ പ്രഷർ ഇതിലിരിക്കുന്നത്. ഡിഫറൻഷ്യൽ 0.7. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ റേഞ്ച് കുറച്ചുകൂടെ മേലോട്ട് വെക്കുക എന്നുള്ളതാണ്. റേഞ്ച് പയ്യെ മേലോട്ടാക്കി അപ്പോൾ തന്നെ നമ്മുടെ മോട്ടർ സ്റ്റഡി ആയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് റേഞ്ച് കുറയുന്ന സമയത്ത് ഇതേപോലെ ഫ്രീക്വൻസി സ്വിച്ചിങ് വരും. റേഞ്ച് ഇൻക്രീസ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് ഇതിൽ ഷവർ വർക്ക് ചെയ്യുന്ന രീതിയിൽ വരെ നമ്മുടെ റേഞ്ച് ഇൻക്രീസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ലൈൻ ക്ലോസ് ചെയ്ത് നോക്കുക. ലൈൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മളിതിൽ സെറ്റ് ചെയ്തേക്കുന്ന റേഞ്ച് 2 ബാറാണ്. ഇപ്പോൾ ഈ 2 ബാറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മോട്ടർ കട്ട് ഓഫായി നിൽക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഡിഫറൻഷ്യൽ വെച്ചേക്കുന്ന 1ലാണ്. അതായത് 2ൽ നിന്ന് 1 ബാർ പ്രഷർ ഡിഫറൻസ് വരാൻ നേരത്ത് ഇത് ഓൺ ആവണം. നമുക്ക് പയ്യെ വാൽവ് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ പ്രഷർ ഡ്രോപ്പ് വരുന്നുണ്ട്, ലൈനിൽ പയ്യെ വെള്ളം ഒഴുകുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 ബാറിന് തൊട്ടടുത്ത് എത്തിക്കഴിയുമ്പോൾ ആ മോട്ടർ ഓൺ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഡിഫറൻഷ്യൽ നമ്മൾ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഡിഫറൻഷ്യൽ നേരത്തെ 1 ബാറിലായിരുന്നു. അതിന് പകരം നമ്മുടെ റേഞ്ചും ഡിഫറൻഷ്യലും ഏകദേശം 2 ബാറിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് ഈ 2ൽ നിന്ന് 2 ബാർ കുറച്ച് ഏകദേശം 0 ബാറിൽ അല്ലെങ്കിൽ പ്രഷർ തീരെ ഇല്ലാതെ ലൈനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ മോട്ടർ ഓൺ ആവുള്ളൂ. അതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് നോക്കിയാൽ ഓക്കെ. ഇപ്പോൾ ഡിഫറൻഷ്യലും റേഞ്ചും ഏകദേശം 2 ബാറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി എപ്പോഴാണ് ഈ പമ്പ് ഓൺ ആവുന്നതെന്നുള്ളത് നമുക്കൊന്ന് പ്രഷർ ഡിഫറൻസ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ലൈൻ ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടറിയാം, പ്രഷർ ഡ്രോപ്പ് വന്ന് ഓൾമോസ്റ്റ് 0ൽ എത്തിക്കഴിയുമ്പോഴാണ് ഇത് ഓൺ ആവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈനിൽ നിങ്ങൾ ടാപ്പും ഷവറൊക്കെ ഓൺ ചെയ്തതിന് ശേഷം കുറേ ഒരു ഡിലേ കഴിഞ്ഞിട്ടായിരിക്കും ആ മോട്ടർ ഓൺ ആവുക. മറ്റേതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡ്രോപ്പ് വന്ന് നിങ്ങളത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കത് മോട്ടർ ഓണായിട്ട് നിങ്ങൾക്ക് നല്ല പ്രഷർ ലോഡ് ചെയ്യും. മറിച്ച് നിങ്ങളിങ്ങനെ ഡിഫറൻഷ്യൽ അധികമായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ പമ്പ് ഓൺ ആവാനുള്ള ഡിലേ അധികമായിരിക്കും. അതാണ് അതിൽ വരുന്നൊരു ഇഷ്യൂ. നമുക്ക് ഡിഫറൻഷ്യൽ മാക്സിമം കുറച്ച് വെച്ച് നോക്കാം. അതായത് 0.7 ബാർ മാക്സിമം ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഏറ്റവും മിനിമത്തിലാണ് ഡിഫറൻഷ്യൽ വെച്ചേക്കുന്നത്. ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഏറ്റവും മിനിമത്തിലാണ് ഡിഫറൻഷ്യൽ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചറിയാം, റേഞ്ച് ആ 2ൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ നിന്നൊരു ചെറിയൊരു പ്രഷർ ഡ്രോപ്പ് കൊടുക്കുകയാണ്. ഡിഫറൻഷ്യൽ കുറയാൻ നേരത്ത് നമ്മൾ ആ വെച്ചിരിക്കുന്ന 2 ബാറിൽ നിന്ന് 3/4 ബാർ അല്ലെങ്കിൽ അര ബാറിനടുത്ത് പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ മോട്ടർ ഓൺ ആവും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്. ഫുള്ളായിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പെർഫോമൻസ് കിട്ടും. നമ്മൾ
എപ്പോൾ ഓൺ ആവണം, എത്ര പ്രഷർ ഡ്രോപ്പ് വരുമ്പോൾ അത് ഓൺ ആവണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഡിഫറൻഷ്യലാണ്. അപ്പോൾ ഇതാ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഡിഫറൻഷ്യൽ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മോട്ടർ ഓൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ചെറിയൊരു ഡ്രോപ്പോ ചെറിയൊരു പോയിൻ്റോ ഓപ്പൺ ആകുമ്പോഴേക്കും പെട്ടെന്ന് മോട്ടർ ഓൺ ആവും. അപ്പോൾ ഇത് എന്താണ് ഒരു ഒപ്റ്റിമം ഡിഫറൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോർമലി എപ്പോഴും 0.7 to 1 ബാറിന് ഇടയ്ക്കുള്ള റേഞ്ചിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഓൺ ആവാനും നമ്മൾ ഡിഫറൻഷ്യൽ അധികമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആവാനുള്ള താമസം കൂടുകയും ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 0.7 to 1 ബാറിന് ഇടയ്ക്കായിരിക്കും ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് റേഞ്ച് തീരെ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, റേഞ്ച് ഒരുപാട് അധികമായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ഏകദേശം 2.5 ബാറ് പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറാണ്. അപ്പോൾ നമ്മളിതിൻ്റെ റേഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് 4 ബാറിലാണ്. ഈ മോട്ടറിന് നമ്മളിപ്പോൾ റേഞ്ച് പ്രഷർ സ്വിച്ചിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാൽവ് അടച്ചു. വാൽവ് അടയ്ക്കുമ്പോൾ ആ പമ്പ് ഏകദേശം 2.5 ബാറിന് മേളിൽ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മോട്ടർ കട്ട് ഓഫ് ആവില്ല. കാരണം ആ മോട്ടറിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ കൂടുതലാണ് നമ്മളിപ്പോൾ നിലവിലത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വാൽവുകൾ അടച്ചിട്ടും മോട്ടർ സ്റ്റോപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പയ്യെ റേഞ്ചിൻ്റെ ഇത് കുറയ്ക്കുക. റേഞ്ച് കുറച്ചിട്ട് മോട്ടറിന് അച്ചീവ് ചെയ്യാവുന്ന ഒരു റേഞ്ചിലേക്ക് ആ മോട്ടർ കുറച്ച് വയ്ക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് 2.5 ബാറാണ് നമ്മൾ സ്വിച്ചിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം, ഏകദേശം 2.5 ബാർ റീച്ച് ആയി കഴിഞ്ഞപ്പോൾ മോട്ടർ കട്ട് ഓഫായി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മോട്ടറിന് അച്ചീവ് ചെയ്യാവുന്ന റേഞ്ചിൽ കൂടുതൽ നിങ്ങൾ റേഞ്ച് സെറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഓടുക. അതായത് എല്ലാ വാൽവുകളും അടഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റേഞ്ച് സെറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് അല്ല. ഞാനത് കൂടുതൽ വെച്ചിട്ട് ഏകദേശം ഒരു 4 ബാറിനടുത്ത് റേഞ്ച് സെറ്റ് ചെയ്തു. ഇപ്പോൾ വാൽവൊക്കെ ക്ലോസ് ആയിട്ടും ആ മോട്ടർ ഓണാണ്. നമ്മളത് പയ്യെ അതിൻ്റെ റേഞ്ച് കുറയ്ക്കുക. മോട്ടർ കട്ട് ഓഫായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, റേഞ്ച് നമുക്ക് ഏറ്റവും മിനിമത്തിൽ സെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ 1 ബാറിലാണ് നിൽക്കുന്നത്. നമ്മൾ തീരെ കുറവാണ് ഇപ്പോൾ റേഞ്ച് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മിനിമത്തിൽ സെറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ മോട്ടർ ഓൺ ആവുന്നേ ഇല്ല. കാരണം നമ്മുടെ ഡിഫറൻഷ്യൽ സെറ്റ് ചെയ്തേക്കുന്ന 1-ലും നമ്മുടെ റേഞ്ച് സെറ്റ് ചെയ്തേക്കുന്നത് ഏറ്റവും മിനിമത്തിലാണ്. അതായത് മിനിമത്തിൽ താഴെയാണ്. അപ്പോൾ ഈ മോട്ടർ ഓൺ ആവില്ല. ഇനി മോട്ടർ ഇങ്ങനെ ഓൺ ആവാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, പയ്യെ അതിൻ്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. റേഞ്ച് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ഡിഫറൻഷ്യലിന് മേളിൽ പ്രഷർ വന്നാൽ മാത്രമാണ് ഇത് ഓടുള്ളൂ. ഇത് നമ്മൾ ആദ്യം കാണിച്ചൊരു ലക്ഷണമാണ്. മോട്ടറിന് റേഞ്ച് ഇങ്ങനെ എന്താ പറയുക, റിപ്പീറ്റഡായിട്ട് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ റേഞ്ച് പയ്യെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഐഡിയലായിട്ടുള്ളൊരു 2 ബാറിന് മേളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാൽവ് അടച്ചു, അത് ഓഫായി. ഏകദേശം ഒരു കറണ്ട് കൺസപ്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സ്റ്റാർട്ടിങ് കറണ്ട് 2.3ഉം മാക്സിമം റണ്ണിങ്ങിൽ ഇപ്പോൾ ആകെ 1.2 ആംപിയറുമാണ് കറണ്ട് എടുക്കുന്നുള്ളൂ. ഇതാ ഒന്നുകൂടെ നോക്കാം. സ്റ്റാർട്ടിങ് കറണ്ട് 1.3 പോകുന്നുള്ളൂ. റണ്ണിങ്ങിൻ്റെ സമയത്ത് 1.2ഉം. ഒരു 370 വാട്ട്സ് പമ്പിനെ സംബന്ധിച്ച് ആവറേജ് ഒരു 2.5 to 3 ആംപിയർ വരെ കറണ്ട് എടുക്കാം. പക്ഷേ ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ വളരെ കുറവാണ്. ഓക്കെ, പ്രഷർ ബൂസ്റ്റർ പമ്പുകളുടെ സെറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിലുള്ള കാര്യം, നമ്മളിപ്പോൾ ലൈൻ തുറക്കാൻ ശ്രമിക്കുന്ന അതേ അവസ്ഥ തന്നെയായിരിക്കും ലൈനിൽ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ. അതായത് ഈ മോട്ടർ റിപ്പീറ്റഡായിട്ട് ഓൺ ഓഫ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതൊരു പ്രഷർ ഗേജ് വെച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് വളരെ ഈസിയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾ ലൈനെല്ലാം ക്ലോസ് ചെയ്തിട്ടും പ്രഷർ ഡ്രോപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെള്ളം ലീക്കേജ് ആയി അല്ലെങ്കിൽ പുറത്ത് പോകേണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വെള്ളം ലീക്കേജ് അല്ലെങ്കിൽ ലൈനിൽ ലീക്കേജ് ഉണ്ടെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ഈ സ്വിച്ച് അടിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എപ്പോൾ മോട്ടർ സെറ്റ് ചെയ്താൽ അതിൻ്റെ ഡെലിവറി സൈഡിൽ നിങ്ങളൊരു വാൽവ് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. കാരണം ലൈൻ മൊത്തം ചെക്ക് ചെയ്യുന്നതിന് പകരം വാൽവ് അടച്ചിട്ട് നിങ്ങളുടെ മോട്ടർ സ്റ്റഡിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ലൈനിലെ ലീക്കേജാണ്. അപ്പോൾ എപ്പോൾ മോട്ടർ സെറ്റ് ചെയ്താലും ഇതിൻ്റെ ഡെലിവറി സൈഡിൽ ഒരു വാൽവ് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അത് കൂടാതെ ലൈനിൽ ലോഡ് ഇല്ലെങ്കിൽ ഈ പമ്പുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഓടും. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പമ്പുകൾ 2 രീതിയിലാണ്, ഫ്ലോ സ്വിച്ചും പ്രഷർ സ്വിച്ചും. ഇതിൽ ഫ്ലോ സ്വിച്ചുള്ള മോഡലുകളാണെങ്കിൽ വെള്ളം ലൈനിൽ ഫ്ലോ ആയാൽ മാത്രമാണ് ഓൺ ആവുള്ളൂ. മറിച്ച് ഇതേപോലെയുള്ള പ്രഷർ സ്വിച്ചുകളിൽ പ്രഷർ ലോഡായി കഴിഞ്ഞാൽ മാത്രമാണ് ഓഫ് ആവുന്നത്. അപ്പോൾ അത് നെഗറ്റീവ് സെക്ഷനിലോ നിരപ്പിനോ ഓവർഹെഡ് ടാങ്കിനോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പമ്പുകളിൽ മസ്റ്റായിട്ട് ലൈനിൽ വെള്ളമില്ലാത്ത സമയത്ത് മോട്ടർ ഓടാതിരിക്കാൻ ഒരു ഫ്ലോട്ട് സ്വിച്ചോ കൺട്രോളറോ മസ്റ്റായിട്ട് വയ്ക്കുക. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഒരു ഡാൻഫോസിൻ്റെ പ്രഷർ സ്വിച്ച് എങ്ങനെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൽ നിങ്ങൾ കൃത്യമല്ല അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്കിൽ അതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ തുണ്ടത്തിൽ റൈഡേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്